ബൈക്കിന്റെ ഉണ്ട്, ഓട്ടോയുടെ ഉണ്ട്, കാറിന്റെ ഉണ്ട്, വലിയ വണ്ടിയിൽ ഏതിന്റെ അങ്ങനത്തെ ബസ്സുകൾ. ജീപ്പിന്റെ മഹേന്ദ്രയുടെ പാട്ടുകളൊക്കെ ഇല്ലേ, ഹൗസിങ്ങിന്റെ പാട്ടുകളൊക്കെ ഇതൊക്കെ മഹേന്ദ്രയാണ്. ഇതൊക്കെ ബോളോറുടെ അല്ലേ? ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? ജോഷ് ചേട്ടൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. സാധനങ്ങൾ എന്തൊക്കെയാണ് പറയുക, ഞങ്ങളുടെ നമ്പറും തരിക. ഓ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ കാഞ്ഞപ്പള്ളിയിൽ നിന്ന് വരുവാണ്. കൂട്ടുകാരനെ വേണ്ടി ടർബോ പോകാനാണ് ഇപ്പം നമ്മൾ തപ്പി വന്നത്. നമ്മളിപ്പോൾ ടർബോയൊക്കെ അന്വേഷിച്ചപ്പോഴത്തേനും അപ്പോൾ ഇന്നപോലെ പറഞ്ഞു ഇവിടുന്ന് ടർബോ വാങ്ങിച്ച 2-3 പേര് പറഞ്ഞ കുഴപ്പമില്ല, വിശ്വസിക്കാനുള്ള ആളാണ്, നല്ല ഐറ്റം സാധനമാണ് തരുന്നതെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പം അപ്പോൾ നമ്മളിപ്പോൾ അത് ആ രീതിക്കാണ് എടുക്കാൻ വന്നിരിക്കുക. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് തുടങ്ങി വീഡിയോ കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ ഇവിടുത്തെ ഈ ലൊക്കേഷൻ ആദ്യം പറഞ്ഞത്, ഇത് തൃശ്ശൂർ പട്ടാളം മാർക്കറ്റ് എന്ന് പറയും. തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പട്ടാളം മാർക്കറ്റ് നമ്മുടെ 120 കടകളുണ്ട്. മൊത്തം ടോട്ടലി കട 120 ഷോപ്പുകളുണ്ട്. അതിൽ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സുകളാണ്. ഒരാള് കാറിന്റെ, ഒരാള് ലോറിയുടെ, ഒരാള് വലിയ ട്രക്കിന്റെ, അങ്ങനെ ഓരോന്നായിട്ടുള്ളതാണ്. ബൈക്കുകൾ, ബൈക്കിന്റെ ബോഡി പാർട്സ്, എഞ്ചിൻ, സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. എല്ലാ വണ്ടികളിലും കിട്ടും. അതും നല്ല ഗ്യാരണ്ടിയിലും ഫിറ്റിംഗ് ഗ്യാരണ്ടിയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഞാൻ കൊടുക്കുന്ന ഒരു സാധനം എന്തെങ്കിലും ഫിറ്റ് ചെയ്തിട്ട് അതിന് കംപ്ലൈൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കും. അവരൊക്കെ അയച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഇപ്പൊ തിരുവനന്തപുരം അതേപോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർക്ക് സാധനങ്ങൾ ഇവിടുന്ന് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും. ഇനിയിപ്പോ ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച സാധനം ഫ്രീ ഡെലിവറിയാണ് കൊടുക്കുക. നമ്മളുടെ നിന്ന് വാങ്ങിയ സാധനം എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തിരിച്ച് കസ്റ്റമർക്ക് ഫ്രീ ഡെലിവറി കൊടുക്കും. എന്റെ ഇതുകൊണ്ടുള്ള കംപ്ലൈന്റ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് തീർച്ചയായിട്ടും മാറ്റി കൊടുക്കും. എല്ലാ സാധനം ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കുള്ളൂ. എന്ത് കംപ്ലൈന്റ് വന്നാലും മാറ്റി കൊടുക്കും. അത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഉണ്ടായിരിക്കുള്ളൂ. സെക്കൻഡ് ഹാൻഡ് ഒറിജിനൽ വണ്ടിയിൽ നിന്ന് ഊരിയിട്ടുള്ള സാധനങ്ങൾ അത് എല്ലാ വണ്ടികളിലും ഉണ്ട്. നമ്മുടെ ഏത് വണ്ടികളുടെയും കാറുകളിലും എല്ലാ കാറുകളിലും ഉണ്ട്. ഇപ്പൊ എത്ര നാളായി ഈ ഷോപ്പ് തുടങ്ങിയിട്ട്? നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് 30 വർഷമായി. 30 വർഷമായി. ഇത് ഫാദറിന്റെ കാലത്ത്? അല്ല, ഞാൻ അയച്ചു വന്നിട്ടുള്ളതാണ്. ഇതിന് മുന്നേ പട്ടാളം റോട്ടിലായിരുന്നു. ഇതിപ്പോ പട്ടാളം മാർക്കറ്റായിരുന്നു. അന്ന് മുനിസിപ്പൽ സ്റ്റാൻഡിന്റെ താഴേക്ക് ഇറങ്ങുന്ന ഈ മെയിൻ റോഡിലായിരുന്നു ഈ ഷോപ്പുകളെല്ലായിരുന്നു. അപ്പൊ അന്ന് തൊട്ടേ ഞാൻ അവിടെ ഉണ്ട്. പട്ടാളം റോഡിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോ ഈ മാർക്കറ്റായി. മാർക്കറ്റിൽ ഇപ്പൊ എല്ലാവരും ഉണ്ട്, ഒരുപാട് കച്ചവടക്കാരുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടി മേഖലയിലുള്ള സുഹൃത്തുക്കൾ എല്ലാവരും ഈ പട്ടാള മാർക്കറ്റ് പറഞ്ഞു കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് ഈ ഷോപ്പ് ഇവിടെ ഏരിയ വന്ന് കാണുന്നത്. ഒരുപാട് അകലുന്ന ആളുകൾ സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നു. ഇപ്പൊ വലിയ വണ്ടിയുള്ള സാധനങ്ങളായാലും ചെറിയ വണ്ടിയുടെ സാധനങ്ങളായാലും ഇപ്പൊ ഒറിജിനൽ ഒരു ക്രാങ്ക് ഷാഫ്റ്റ്, വണ്ടിയുടെ എഞ്ചിന്റെ ഉള്ളിലത്തെ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് മേടിക്കണമെങ്കിൽ ഒരു ഇന്നോവയുടെ ക്രാങ്ക് ഷാഫ്റ്റ് ആണെങ്കിൽ ഏറ്റവും കുറവ് 42,000 രൂപ വിലയുണ്ട്. അത് നമ്മളിവിടെ ഗ്യാരണ്ടിയിൽ ചെക്ക് ചെയ്ത് സ്റ്റാൻഡേർഡ് സൈസ് തന്നെ 10,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതും ഫിറ്റിംഗ് ഗ്യാരണ്ടി. കൊണ്ടുപോയി ലെയ്ത്തിൽ ചെക്ക് ചെയ്തതിന് ക്രാക്കോ കംപ്ലൈൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കും. അതായത് ഫ്രീ മാറ്റി കൊടുക്കാൻ ഫ്രീ സ്ഥലത്ത് ഡെലിവറി കൊടുക്കും. എന്റെ കംപ്ലൈന്റ് കൊണ്ടാണ് അത് ക്രാക്ക് വന്നിരിക്കുന്നത്. അവിടെ ചെക്ക് ചെയ്തിട്ട് കംപ്ലൈന്റ് ആണെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരാളാണെങ്കിൽ തിരുവനന്തപുരത്ത് തൃശ്ശൂർക്ക് വരേണ്ട കാര്യമില്ല. അവർ ഒന്നും കൂടെ തിരിച്ചു ബുക്ക് ചെയ്ത് തരാം. സാധനം കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തിയാൽ അതിന് കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചെലവില് അത് ഫ്രീ ബുക്ക് ചെയ്ത് പാർട്ടിക്ക് ഡെലിവറി കൊടുക്കും. 100% അങ്ങനെ ഇന്ന് വരെ ചെയ്തിട്ടുള്ളൂ. കംപ്ലൈന്റ് വന്നാൽ വരാം. 100% നമുക്ക് അതിനെല്ലാം പറയാൻ പറ്റില്ല. സാധനങ്ങളൊക്കെ മിഷനറിയാണ്. അപ്പൊ ലെയ്ത്തിലൊക്കെ ചെക്ക് ചെയ്താൽ അറിയുള്ളൂ. അവിടെ ഇന്ന് സൈസ് കംപ്ലൈന്റ് ഉണ്ട്, അത് ഓവർ സൈസ് ആണെങ്കിൽ റിട്ടേൺ കൊണ്ട് വിട്ടാൽ നമ്മളോടൊന്ന് ചെക്ക് ചെയ്ത് ഗ്യാരണ്ടിയിൽ തിരിച്ചയച്ചു കൊടുക്കും. അയച്ചു കൊടുക്കുന്ന പൈസ വരെ നമ്മളാണ് ചെയ്യാറ്. പാർട്ടിക്ക് ഡെലിവറി കൊടുക്കും. പിന്നെ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ തന്നെ മാറ്റി കൊടുക്കും. എന്ത് സാധനം വിശ്വാസം പലരും ഇപ്പൊ എന്നെ കണ്ടിട്ടില്ല. എന്റെ ഒരു ദിവസം 10 ആള് സാധനം മേടിക്കുകയാണെങ്കിൽ ഒരാളെ എന്നെ കണ്ടിട്ടുണ്ടാവും. 9 പേരും കാണാത്തവരാണ് വാങ്ങണത്. എല്ലാതരം വണ്ടികളിലും ഉണ്ട്. നമ്മുടെ ഫോർച്യൂണർ ഉണ്ട്. ഒക്കെ വണ്ടിയായിട്ട് കിടക്കുന്നത്. എന്ത് പാർട്ടാ വേണമെങ്കിൽ അതിന് ഊരിടുക. ഫോർച്യൂണർ ഉണ്ട്, ഫോർഡ് എൻഡേവർ ഉണ്ട്, ലാൻസർ ഉണ്ട്, ഇന്നോവ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, പിന്നെ മാരുതിയുടെ എല്ലാ വണ്ടികളും ഉണ്ട്. ലേറ്റസ്റ്റ് മോഡൽ മാരുതിയുടെ എല്ലാ വണ്ടികളും ഉണ്ട്. എക്കോസ്പോർട്ട് പൊളിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരുവിധം റേഞ്ചിലുള്ള എല്ലാ വണ്ടികളും, മാരുതിയുടെ ഒരുവിധം എല്ലാ വണ്ടികളും ഉണ്ട്. പഴയ മോഡല് ബെലീനോ, പഴയ മോഡല് 84 മോഡല് 800, ചെറിയ 800 ഉണ്ട്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടി വരെ ഉണ്ട്. എല്ലാ വണ്ടികളുടെയും സാധനങ്ങൾ നമ്മളിൽ. സിയാസിന്റെ സാധനങ്ങളുണ്ട്.
ഇപ്പൊ നമ്മുടെ ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ ഇപ്പൊ പുതിയ മോഡൽ വരാണെങ്കിൽ നമ്മൾ ബോംബെ നിന്നാണ് വരുത്തി കൊടുക്കാറ്. അത് ഫിറ്റിംഗ് ഗ്യാരണ്ടിയിലാണ് കൊടുക്കാറ്. വരുത്തി കൊടുക്കും, സാധനങ്ങൾ വരുത്തി കൊടുക്കും. നമ്മുടെ ഇന്ത്യ അത് കംപ്ലൈന്റ് ഉള്ള സാധനമാണെങ്കിൽ വേറെ പുറത്തുനിന്ന് വരുത്തി കൊടുക്കുക. അതുപോലെ വോക്സ്വാഗൻ പോളോ, വോക്സ്വാഗൻ വെന്റോ, ഓട്ടോമാറ്റിക് ജെറ്റ, അതൊക്കെ നമ്മുടെ വണ്ടികളുണ്ട്. ആ വണ്ടികളിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ അഴിച്ചു കൊടുക്കാം. എല്ലാ റേഞ്ചിലുള്ള വണ്ടികളും ഉണ്ട്, ചെറിയ പഴയ മോഡലും ഉണ്ട്, പുതിയ മോഡലും ഉണ്ട്. പിന്നെ സെക്കൻഡ് പാർട്സുകളൊക്കെ ലഭ്യമായി തുടങ്ങി അല്ലേ? പിന്നെ എല്ലാ സാധനങ്ങളും കിട്ടും. ബോഡി പാർട്സ് ആയാലും കിട്ടും, എഞ്ചിനോ ഗിയർ ബോക്സ് അല്ല, എഞ്ചിനൊക്കെ അസംബ്ലി ആയിട്ട് നല്ല എഞ്ചിനുകളൊക്കെ കിട്ടും. ആക്സിഡന്റ് ആയിട്ടുള്ള വണ്ടിയുടെ എഞ്ചിനൊക്കെ നല്ലൊരു എഞ്ചിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് പണിയുന്നതിന്റെ പകുതി പൈസ വരുള്ളൂ. അത് നമ്മൾ ഗ്യാരണ്ടിയിൽ ഇവിടെ ഫിറ്റ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഫിറ്റ് ചെയ്തും കൊടുക്കും. എന്തെങ്കിലും അങ്ങനെ വേണമെങ്കിൽ എഞ്ചിനൊക്കെ ഫിറ്റ് ചെയ്തിട്ട് കൊടുക്കും. അതിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾക്ക് പരിചയമുള്ള വർക്ക്ഷോപ്പിലേക്ക് കയറ്റി ഏറ്റവും പെട്ടെന്ന് ചെയ്തു കൊടുക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. ചേട്ടന് ഇപ്പൊ ഇവിടെ എത്ര ഷോപ്പുണ്ട്? എനിക്കിവിടെ 4 ഷോപ്പുണ്ട്. 4 ഷോപ്പുണ്ട്. ഇത് ഓഫീസാണ്. 4 ഷോപ്പുണ്ട്. എന്റെ നമ്പറുകളൊക്കെ ഒന്ന് പറയാമോ? 85. അതിലാണ് ഞാൻ മെയിൻ ആയിട്ട് ഇപ്പൊ ഇരിക്കുന്നത്. പിന്നെ 119, 11, പിന്നെ 121. അത്രയും ഷോപ്പുകൾ ഇവിടെ. പിന്നെ ഗോഡൌണുകൾ, യാർഡുകളാണ്. യാർഡുകളുണ്ട്. വണ്ടികളൊക്കെ ഓരോ യാർഡുകളിലായിട്ടിരിക്കുന്നത്. വണ്ടികൾ നമ്മളിങ്ങനെ എല്ലാം ഈ നിയമപരമായിട്ടല്ല ചെയ്യുന്നത്, അല്ല ഇല്ലീഗലായിട്ട് സംഭവങ്ങൾ ഇല്ല, അതൊന്നും ചെയ്യില്ല. ഇത്രയും നാലായിട്ട് ഇവിടെ ആരും ഒന്നും അങ്ങനത്തെ ഒരു കാര്യത്തിൽ പെട്ടിട്ടില്ല. എല്ലാവരും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. ഒരു മാർക്കറ്റായിട്ട് ഇരിക്കുന്നതല്ലേ, അങ്ങനെ ചെയ്യുള്ളൂ. 100% അങ്ങനെ എല്ലാവരും ചെയ്യുള്ളൂ. ആരും അങ്ങനത്തെ ഒരു കച്ചവടക്കാർ ഇതിന്റെ ഉള്ളിലില്ല. ഇന്നവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള വണ്ടി, പേപ്പേഴ്സ് ഒക്കെ ഉള്ള വണ്ടികളാണ് എല്ലാവരും വാങ്ങുന്നത്. ആരും അങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നില്ല. പിന്നെ ചില സാധനങ്ങൾ പുറത്ത് കിട്ടാത്തത് മാത്രമാണ് നമ്മൾ ബോംബെ നിന്നൊക്കെ വരുത്തുന്നത്. അതൊക്കെ വരുത്തി കൊടുക്കും. ഇന്നിപ്പോ ബോംബെ ഓർഡർ കൊടുത്താൽ ഇന്ന് നേരത്തെ ഫ്ലൈറ്റിന്റെ സാധനം വരും, നാളെ നമ്മൾ സപ്ലൈ ചെയ്യും. അങ്ങനെ കൊടുക്കാറുണ്ട്. എല്ലാം പഴയ സാധനങ്ങൾ ഒറിജിനൽ. ഒരു സാധനം മോശമായിട്ടുള്ള രീതിയിൽ ഒന്നും ചെയ്യാറില്ല. എന്റെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങൾ ഞാൻ തൊട്ട കടയിൽ പറയാം, അല്ലെങ്കിൽ അപ്പുറത്താണെങ്കിൽ നമ്പർ പറഞ്ഞുതരാം. എന്റെ നമ്പർ 94 47 740 999. എന്റെ പേര് സണ്ണി എന്നാണ്. സണ്ണി 70. അപ്പൊ അങ്ങനെ ഗൂഗിളിൽ അടിച്ചാലും കിട്ടും. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ ബന്ധപ്പെടാം. ഇനിയിപ്പോ സാധനം കൊറിയർ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊറിയർ, ഇപ്പൊ കൂടുതലും കൊറിയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വേണ്ടവർ വിളിച്ച് പറയും ഇന്ന സാധനം, അതിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നമ്പറൊക്കെ ഇട്ടാ അതേപോലെ തന്നെ കൊറിയർ അയച്ചു കൊടുക്കും. ഗ്യാരണ്ടി, ഫിറ്റിംഗ് ഗ്യാരണ്ടി തരും. ഇപ്പൊ ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഫിറ്റിംഗ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കേണ്ട ഗ്യാരണ്ടി ഉള്ളൂ. അപ്പൊ നമ്മളൊരു 15 ദിവസം വരെ അതിന് ഗ്യാരണ്ടി കൊടുക്കും. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ തന്നെ ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കും. ഓടിച്ചു നോക്കിയിട്ട് കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ 15 ദിവസം 2 ആഴ്ച വരെ അതിന് ഗ്യാരണ്ടി കൊടുക്കും. അങ്ങനെ കംപ്ലൈന്റ് വരാണെങ്കിൽ മാറ്റി തരും. അപ്പൊ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കും. ഇനിയിപ്പോ ആ സാധനം പറ്റായി അല്ലെങ്കിൽ സൂട്ടാവായി വന്നാലും മാറ്റി കൊടുക്കും. ചിലവർ സാമ്പിൾ കൊണ്ടുവരാണ്ട് വരും. അത് മേടിച്ചു കൊണ്ടുപോയാലും അവരെ പിന്നെ ഇതെല്ലാം മോഡൽ എന്ന് പറഞ്ഞാൽ ആ മോഡൽ കൊണ്ടുവന്നാൽ ആ യഥാർത്ഥമായിട്ടുള്ള സാധനം കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കും. ഒരു കാരണവശാലും ഒരു നമ്പർ 2 ബേസ് ചെയ്യില്ല. നല്ല രീതിയിൽ തന്നെ ചെയ്യുള്ളൂ. സാധനം എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും മാറ്റി കൊടുക്കും. മോഡലിലൊക്കെ മാറി കൊടുക്കും 100% മാറി കൊടുക്കും. അത് എന്ത് സാധനമായാലും, ബോഡി പാർട്സ് ആയാലും. ഇനിയിപ്പോ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു പ്ലഗ് കൊണ്ടുപോയിട്ട് ആ പ്ലഗ് തിരി ശരിയാവണില്ല, ഈ മോഡലല്ല, അതിന്റെ അടുത്ത സൈസ് ആണെന്ന് പറഞ്ഞാൽ ആ സാമ്പിൾ ആയിട്ട് അവർ വന്നാൽ ആ സെയിം സാധനം തിരിച്ചു കൊടുക്കും, മാറ്റി കൊടുക്കും 100% മാറ്റി കൊടുക്കും. അപ്പൊ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ ആൾക്കാർ പാർട്സുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പിന്നെ കാലിക്കറ്റ്, കണ്ണൂര്, അവിടെ നിന്നൊക്കെ ഇഷ്ടം. ഇപ്പൊ എനിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാനന്തവാടി ആ ഭാഗത്തേക്കാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. കാസർഗോഡ്, മാനന്തവാടി എല്ലാവരും ഉണ്ട്. ആൻഡോ അല്ലേ? 99 റൂം നമ്പർ. റൂം നമ്പർ 99. അപ്പൊ എന്തൊക്കെ വണ്ടിയുടെ പാർട്സുകൾ നമുക്ക് ഇവിടെ ഉള്ളത്? എയ്സിന്റെ ഒക്കെ ഉണ്ടല്ലേ? എയ്സിന്റെ ആദ്യ മോഡലൊക്കെ ഐറ്റം എല്ലാം ഉണ്ടല്ലേ? ബൊലോറ പിക്കപ്പ്, പിന്നെ ടാറ്റ ഇൻട്രയുടെ. ഓ ശരി. ഗിയർ ബോക്സ് പാർട്സുകളെല്ലാം കിട്ടും അല്ലേ? അതിൻ്റെ ഒക്കെ ഹൗസിങ്. അതുപോലെ ഈ പഴയ മോഡൽ പിക്കപ്പ് ഉള്ളത് ഞങ്ങളുടെ നാട്ടിൽ വാലുമാക്കരി എന്ന് പറയാം, അതിൻ്റെ ഐറ്റം ഒക്കെ ഉണ്ടോ? ഉണ്ട്. അംബാസഡറിൻ്റെ ഐറ്റം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അപ്പുറത്തുണ്ടല്ലേ? ഉണ്ട്. എല്ലാത്തിൻ്റെയും ജോയിൻറ്റുകൾ, അതുപോലെ ഗിയർ ബോക്സുകൾ, ബഡാദോസിൻ്റെ ഒക്കെ പാർട്സുകളുണ്ടല്ലേ? സ്റ്റാർട്ടറിൻ്റെ പാർട്സുകളൊക്കെ ഉണ്ടോ? എൻ്റെ സ്റ്റാർട്ടറിൻ്റെ പാർട്സുകളൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ? ടാറ്റയുടെ ഇത് ടാറ്റ ഇൻഡിക്കയുടെ ആണത്. സൂപ്പർ റേസിൻ്റെ അല്ലേ? ഓ ശരി. ദോസ്ത് പിക്കപ്പിൻ്റെ ഐറ്റങ്ങൾ. ഈ ആക്സിലുകൾ ഇരിക്കുന്ന ഒക്കെ, ഈ ആക്സിലുകളൊക്കെ ഇരിക്കുന്നത് ഇൻട്രയൊക്കെ ഉണ്ടല്ലേ?
ജീറ്റോ. അപ്പം അതിൻ്റെ ഈ ബോഡി പാർട്സുകളും ഡോർ അതൊക്കെ ഉണ്ടോ? കൂടുതൽ വരുന്നത്. അപ്പോൾ ഇന്റേണൽ പാർട്സുകൾ കാണത്തുള്ളൂ. നമുക്ക് ഈ ഒരു ഷോപ്പേ ഉള്ളോ ഈ 99? അതെവിടെ? പുറത്താണ്. ഇത് ചേട്ടൻ്റെ കാർഡാ അല്ലേ? അതല്ല, കാർഡ് ഈ നമ്പറെ വിളിച്ചാൽ ഈ നമ്പറിൽ വിളിച്ചാൽ. ഓക്കെ ഓക്കെ. ഈ ടൈപ്പ് വണ്ടികൾ തന്നെ നമ്മുടെ കയ്യിലുള്ളത്. പിക്കപ്പൊക്കെ BS6 ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ പേരെന്താ? സജീവ. സജീവ. നമ്മുടെ കടയല്ലേ? ഷോപ്പിൻ്റെ പേരെന്താ? അങ്ങനെ കടകളില്ല, നമ്പറാണ് 7576. ഈ രണ്ട് കട അല്ലേ? ഇവിടെ എന്തൊക്കെയാ പാർട്സുകളാണ് കൂടുതലുള്ളത്? ബോഡി പാർട്സുകൾ ഏറ്റവും കൂടുതൽ. ബോഡി ടൂ വീലറിൻ്റെ പാർട്സുകൾ അല്ലേ? ബോഡി പാർട്സുകൾ, അലൈവില്, അതെ, ടാങ്കുകൾ. അപ്പോൾ ഏതൊക്കെ വണ്ടികളുടെ പാർട്സുകളാണ് ഉള്ളത്? പുതിയ ന്യൂ ജനറേഷൻ വണ്ടികളുണ്ടല്ലോ. RX100 ഒക്കെ ഉണ്ടോ? പഴയ മോഡൽ കിട്ടാൻ ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടാണ്. പുതിയ മോഡലിൻ്റെ എല്ലാ വണ്ടികളും. സമറയുടെ പാർട്സുകൾ കിട്ടുമോ? പഴയ വണ്ടികളില്ലേ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് പ്രയാസമാണല്ലേ? ഇപ്പോൾ ഉള്ള പാർട്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ പുതിയ ഡിയോൻ്റെ എല്ലാ സാധനവും ഉണ്ടായിരിക്കും. പിന്നെ ഫോർക്കുകൾ ഡിയോൻ്റെ, പിന്നെ പുതിയ എൻഡോർക്ക് അങ്ങനെയുള്ള വണ്ടികളില്ലേ, ബർജുമാൻ അങ്ങനെയുള്ള വണ്ടികൾ, എല്ലാ ബോഡി പാർട്സുകളെല്ലാം നമ്മുടെ. എൻഡോർക്കിൻ്റെ പാർട്സുകളൊക്കെ ഏതാ? എൻഡോർക്കിൻ്റെ എല്ലാ സാധനങ്ങളും ഫ്രണ്ട് പീസുകൾ, ഹെഡ്ലൈറ്റ് സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് ടാങ്കുകളൊക്കെ ഉണ്ടല്ലേ? ബുള്ളറ്റിൻ്റെ ടാങ്കൊക്കെ ഉണ്ടല്ലേ? ഹിമാലയൻ. ഇത് ഒറിജിനൽ കമ്പനി വരുന്ന ടാങ്കാണോ? കമ്പനിയാണ് ടാങ്ക്. പഴയ വണ്ടികളുടെ നമുക്ക് എല്ലാ സാധനവും കിട്ടും. പഴയ അതായത് സെക്കൻഡ് പാർട്സുകൾ നമുക്ക് എല്ലാം ഉണ്ടായിരിക്കും. നമുക്ക് ഇടിച്ചിട്ട് ഇൻഷുറൻസ് കമ്പനികൾ നമ്മൾ എടുക്കണം. ഓ ശരി ശരി. എഞ്ചിൻ്റെ പാർട്സുകളെല്ലാം ഉണ്ടോ? എഞ്ചിൻ പാർട്സുകൾ ഉണ്ടാവില്ല. നമ്മൾ ഇൻഷുറൻസ് കമ്പനികൾ എടുക്കുമ്പോഴേ പഴയ സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബോഡി പാർട്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ. നമുക്ക് ഓരോ വണ്ടിയുടെ സീറ്റ് നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാത്ത റേറ്റിന് കൊടുക്കാം. ഹോണ്ട സിറ്റി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ബലീനോ, സ്വിഫ്റ്റ്, ഇന്നോവ, പിന്നെ ഫോർഡ് ഫിയസ്റ്റ, അതിനുള്ള ലക്ഷറി വണ്ടികളുടെ ഒക്കെ സീറ്റുകളാണ്. യൂസ്ഡ് സീറ്റാണ് അത്. ഇല്ലില്ല, ഒക്കെ എല്ലാ യൂസ്ഡ് സീറ്റാണ്. അപ്പോൾ നമുക്ക് നല്ല വലിയ ഇതില്ലാതെ നല്ല രീതിയിൽ കൊടുക്കാം, വില കുറച്ചൊക്കെ കൊടുക്കാം നമുക്ക്. ഇത് സൈലോ. ഇത് ഹോണ്ട സിറ്റി. ഇത് സെന്നെ. അല്ല, ഇത് സെന്നല്ല, ഇത് വർണ്ണ. അങ്ങനെ ഓരോ വണ്ടികളുടെ സീറ്റുകളുണ്ട്. നമുക്ക് നല്ല നല്ല സീറ്റുകളാണ്. നമുക്കത് വലിയ ഇതില്ലാണ്ട് കൊടുക്കാം, വില കുറച്ചൊക്കെ കൊടുക്കാൻ പറ്റും. മഹേന്ദ്രയ്ക്ക് ജീപ്പിനൊക്കെ സെറ്റാക്കാം. ജീപ്പിനൊക്കെ ഓൾട്രേഷൻ ചെയ്യാനുള്ള സീറ്റുകളൊക്കെ ഉണ്ട്. ഷോപ്പ് നമ്പർ 18. അത് 28. അതെ അതെ. മസ്ദ, ഐഷർ, നിസാൻ. അപ്പോൾ നമ്മുടെ വണ്ടികളിലെ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ഹൗസിങ്. ഇതൊക്കെ BS4-ൻ്റെ ആണെന്ന് തോന്നുന്നല്ലേ? ഐഷറിൻ്റെ BS4 മോഡൽ. അത് പഴയതാണോ? ഈ 3 ഷട്ടർ നമ്മുടെ ചേട്ടനാണോ? ഇത് നമ്പർ 45 അല്ലേ? 46, 44 അല്ലേ? ഓക്കെ. ചേട്ടൻ നമ്പർ 94 47 23 82 68. നമുക്ക് പിന്നെ മസ്ദ പോലെ നിസാൻ അല്ലേ? ഗിയർ ബോക്സും ഐറ്റം എല്ലാം ഉണ്ടല്ലേ? എല്ലാം നല്ല ഗിയർ ബോക്സുകളോ അല്ലേ? ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണോ അതോ? ഓക്കെ ഓക്കെ. ഹൗസിങ്ങുകളെല്ലാം ഉണ്ട്. എല്ലാ വണ്ടികളും ചെറുവക വണ്ടികളും എല്ലാ വണ്ടിയിലും ടയർ. ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് ആൻഡോ. നമ്മുടെ കടയുടെ നമ്പർ 82. ഏതൊക്കെ വണ്ടി ടയറുകളുള്ളേ? 4 വീലർ എല്ലാ വണ്ടിയിലും ടയർ. അലോയ് വീലും ഉണ്ടല്ലേ? ഇതൊക്കെ വലിയ പഴക്കമില്ലാത്ത ഐറ്റം അല്ലേ? വലിയ അലമ്പില്ലാത്ത അലോയ് വീലുകളാണ്.
ഇതൊക്കെ ഏതിൽ ബെൻസിൻ്റെ ഓ ശരി. ഞങ്ങൾക്ക് ഓരോ ലോകം മാത്രമേ ഉള്ളായിരിക്കും. പിന്നെ നമ്മുടെ ഈ ആൾട്ടോ ഒക്കെ ഇടാൻ പറ്റുന്ന പാത്രമുള്ള അലോയ് വീലുണ്ടോ? വേറെ ഉണ്ടോ ആൾട്ടോയ്ക്ക് പറ്റുന്നത്? പുതിയതാ ഇതല്ലേ? ഇതൊക്കെ എന്ത് വില വരും? അതൊക്കെ ഒരു ഇത് ഏത് കമ്പനി അങ്ങനെ നിയോ. ഇത് ഏത് ടയർ സൈസിൻ്റെ? ഇത് 15. ഇത് സെറ്റ് ഹോണ്ട. ഒരുപാട് 100 PCD എല്ലാ വണ്ടിക്കും കയറും. ഫോർഡിന് കയറും 100 PCD 108 PCD. ഇത് നമ്മൾ സാധാരണ നമ്മുടെ ടയറിൽ ഇടാൻ പറ്റുമോ? ഇത് അതോ വീതി കൂടി ടയർ വേണോ? ഇല്ല സാധാ ടയറിലിടാം. ഇതും ഡബിൾ PCD ആണ്. വെളിയിലോട്ട് തള്ളി നിൽക്കില്ല? ഇല്ല അങ്ങനെ നിൽക്കില്ല. MVD പ്രശ്നം ഉണ്ടാവോ? ഇല്ല. ഇതൊക്കെ 100 PCD 114 PCD സെന്നിന് ഇടാം. 2-3 വണ്ടികൾക്ക് ഇടാം. ചേട്ടൻ്റെ നമ്പർ, ഫോൺ നമ്പർ അല്ലേ? എൻ്റെ പേര് ബിജു. നമ്മള് ഈ പുതിയ മോഡൽ വണ്ടികളില് ഇപ്പൊ ഓഡി, ബെൻസ്, BM അങ്ങനെയുള്ള സാധനങ്ങളുടെ മെയിൻ ചെയ്യുന്ന സാധനങ്ങൾ. പഴയ മോഡലുകൾ ഉണ്ട്, മെയിനായിട്ട് അങ്ങനത്തെ വണ്ടികളെ ചെയ്യുന്നത് കൂടുതൽ. അല്ലാണ്ട് ലൈറ്റുകള് കാര്യങ്ങള് മോഡുകളുകൾ അല്ലാണ്ട് അതെ. ഇപ്പൊ സ്വിഫ്റ്റ് അങ്ങനെയുള്ള വണ്ടി അല്ലല്ല യൂസർ തന്നെ. ഇത് ഏറ്റവും കൂടുതൽ പോകുന്നത് മറ്റേ വാഗനർ, ആൾട്ടോനൊക്കെ പവർ സ്റ്റിയറിംഗിന്റെ മോഡുകൾ കൂടുതൽ പോകണം. വണ്ടി കൊണ്ടുവന്നാൽ ചെക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ ഉണ്ട്, സ്ഥലമുണ്ട്, ചെക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇത് 2500 റേഞ്ച് വരും. ECM എല്ലാ വണ്ടിയിലും ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ ഏത് വണ്ടിയിലും നമുക്ക് ഇത് അങ്ങനെ വണ്ടി പൊളിക്കുമ്പോ ഉണ്ടാവണം. അതെ പവർ സ്റ്റീറിംഗ് മോട്ടോഴ്സ്, പവർ സ്റ്റീറിംഗിന്റെ എല്ലാം ഉണ്ട്. സ്റ്റിയറിംഗ് കോളംസ് മൊത്തം വാഗണറിന്റെ. പുതിയതൊന്നല്ല, വണ്ടി നയിക്കുന്നത് തന്നെ. ഇത് അതെ, ഇത് പുന്തോന്റെയാണ് ഈ വൈപ്പർ മോട്ടർ. ഇതൊക്കെ ഇത്തിരി ഡിമാൻഡുള്ള സാധനങ്ങളാണ് അതൊക്കെ. പിന്നെ അല്ലാണ്ട് നമ്മൾ ഫോർച്യൂണർ, ലോറാറം സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പൊ ഇതിന്റെ ജീപ്പിന്റെ സ്റ്റിയറിംഗ് വീല്, ഹാരിയർ, ലൈറ്റുകൾ ഐറ്റംസ് മൊത്തം അങ്ങനെ എന്ത് സാധനങ്ങളും ഇപ്പൊ ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. നമ്മുടെ വേറെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലാണ് ഉള്ളത്, മായാപുരി. അവിടെ ഷോപ്പുണ്ട് പറഞ്ഞു. അവിടെ സ്റ്റാഫുണ്ട്, 2 പേരുണ്ട്. പഴയ മോഡല് ജീപ്പിന്റെ റെഡി ഇല്ല നമ്മളിൽ. ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ വേറെ. യെസ്. അന്ന് തന്നെ ഡെലിവറി കിട്ടും. KSRTC കൊറിയറിലാണെങ്കിൽ അന്ന് തന്നെ കിട്ടും. അതല്ലെങ്കിൽ വേറെ ഇഷ്ടം പോലെ കൊറിയർ ഉണ്ട്. അപ്പൊ കസ്റ്റമർ പറയും ഇന്ന കൊറിയറിൽ കൊടുക്കാൻ പറഞ്ഞാൽ അവർക്ക് അടുത്തുള്ള കൊറിയർ ഏതാണെന്നുണ്ടെങ്കിൽ ട്രാക്കോണോ അല്ലെങ്കിൽ ആലപ്പി സർവീസോ അവർ പറയുന്ന കൊറിയറിൽ വിട്ടുകൊടുക്കും. അപ്പൊ അവർക്ക് ഏതാ അടുത്തുള്ളതെങ്കിൽ അത് ചിലപ്പോൾ ഇത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡൊന്നും അടുത്തില്ലെങ്കിൽ കുറെ വഴി വരണം. അപ്പൊ അവർ പറയുന്ന കൊറിയറിൽ വിട്ടുകൊടുക്കും. അത് പിന്നെ കൂടുതലും മെക്കാനിക്കൽമാരാണ് വിളിക്കുക. അവരുടെ അഡ്രസ്സിലാണ് സാധനം അയക്കാറ് കൂടുതൽ. ഓരോ വർഷക്കാരും വിളിച്ച് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, മോഡലും പറഞ്ഞ സാധനം അയച്ചു കൊടുക്കും. എന്തെങ്കിലും മാറ്റിയെടുക്കേണ്ടി വന്നാലും 100% മാറ്റി കൊടുക്കും. നമ്മളുണ്ടെങ്കിൽ സെക്കൻഡ് വണ്ടികളായിട്ട് അങ്ങനെ കൊടുക്കുന്നില്ലല്ലോ? ഇല്ല, വണ്ടികളായില്ല. നമ്മൾ വണ്ടികളൊക്കെ വാങ്ങിയതാണ്, ആക്സിഡന്റ് ആയിട്ടുള്ള വണ്ടികളൊക്കെ വാങ്ങിയത്. അതുകൊണ്ടാണ് നമ്മൾ അഴിച്ചു കൊടുക്കണം. പാർട്സ് ആയിട്ട് മാത്രമല്ലേ? അതെ, അതൊന്നാണ് നമ്മൾ അഴിച്ചു കൊടുക്കുന്നത്. അപ്പം താങ്ക് യു ചേട്ടാ, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദിയുണ്ട്. സാധാരണക്കാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരിക. എന്ത് സാധനം ഉണ്ടെങ്കിലും എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ തന്നിട്ടുണ്ട്. അതിൽ വിളിച്ച് നിങ്ങൾക്ക് എന്റെ ഇല്ലാത്ത സാധനങ്ങളിൽ തൊട്ടടുത്ത ആളുടെ നമ്പർ തരും. ഏതെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്കൊക്കെ എന്തെങ്കിലും വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. കൊടുക്കും. തീർച്ചയായിട്ടും കൊടുക്കും. എന്തായാലും ചെയ്യും. അതൊന്നും ഒരു തർക്കമില്ല, യാതൊരു തർക്കമില്ല. അപ്പൊ ഇവിടെ വീഡിയോ കണ്ടു വരുന്നവർ തീർച്ചയായിട്ടും പറയാം, ലോറിക്കാരന്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയുന്നവർക്ക് ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ഇളവിൽ ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ.